പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ജോൺ. ഞാൻ തൃശ്ശൂർ കുരിയച്ചിറ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, അനിയൻ, അമ്മാമ്മ. ഞാനൊരു IT ഫേമിൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ ഒരു ജീസസ് യൂത്ത് മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെ വന്ന് ചേർന്നിരിക്കുമ്പോൾ വീണ്ടും കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഏകദേശം 13 വർഷമായി ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്നു. ഒരു യാത്രയിൽ തുടക്ക കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് അനുഭവങ്ങളോ ഒന്നും ഇല്ലായിരുന്നിട്ടും നമ്മുടെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ആ ഒരു സ്നേഹവും ആ ഒരു ഫെലോഷിപ്പും ആ ഒരു പ്രാർത്ഥനയും ഒരു സമയത്ത് ഒന്നുമില്ലാതിരുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് ടാലൻറ്റോ അല്ലെങ്കിൽ ആരും അങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് സുഹൃത്തുക്കളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ ഒരു കൂട്ടായ്മയാണ് എനിക്കൊരു പുതിയൊരു വാതിൽ തുറന്നു തന്നത്. കുറേ സുഹൃത്ത് വലയങ്ങൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, ചേട്ടന്മാർ, ചേച്ചിമാർ, നമ്മളെ കെയർ ചെയ്യുന്ന ഒരുപാട് എൽഡേഴ്സ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഗോഡ് എക്സ്പീരിയൻസ്, ഒരു ഈശോ അനുഭവം എപ്പോഴെങ്കിലും. ഞാൻ പറഞ്ഞ പോലെ ഒരു 13 വർഷമായി ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്നു. എനിക്കൊന്നും ഏകദേശം ഒരു 5 വർഷമെടുത്തു ഒരു ഈശോയുമായിട്ടുള്ളൊരു എൻകൗണ്ടർ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട്. ഞാൻ BTech പഠിക്കുമ്പോൾ ഏകദേശം ഞാൻ അത്ര ബ്രില്യൻ്റ് അല്ലായിരുന്നു, പഠിക്കാനായിട്ട് അത്രയും ഇതിൽ ഒരു പോകുന്നൊരു ആളല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഫലമൊക്കെ ആയിട്ട് പിന്നീട് ഒരുപാട് അരിയർ വരുന്ന സാഹചര്യങ്ങളുണ്ടാവുന്നു. ഏകദേശം ഞാൻ ഒരു BTech കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് ഏകദേശം 10 മേലെ അരിയർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം 4 വർഷം പഠിച്ചിട്ടും 4 വർഷം പരീക്ഷ എഴുതിയിട്ടും സാധിക്കാതെ പാസ്സാവാത്ത സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ ഇനി ഈ 4 വർഷം കഴിഞ്ഞിട്ട് ഇതിനെയൊക്കെ ഞാൻ ഓവർകം ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് വിഷമിച്ച് ഒറ്റയ്ക്ക് ഒരുപാട് കുറേ അനുഭവിക്കേണ്ടി വന്നു. ഒരു പുറത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരായിട്ട് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ വേദനയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ സഹിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥയായിരുന്നു. അവിടുന്ന് കർത്താവ് ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഉള്ളിലുണ്ടായിരുന്ന കുറേ സ്റ്റേജ് ഫിയേഴ്സൊക്കെ എടുത്തു മാറ്റി. ഒരു ടീച്ചറായിട്ട് വേറൊരു സംസ്ഥാനത്തിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കർത്താവ് ഒരു അവസരം നൽകി. അതിലൂടെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പല ഭയങ്ങളും കർത്താവ് എടുത്തു മാറ്റായിരുന്നു. പിന്നീട് ഒരു കൊറോണ, ഒരു ലോക്ക്ഡൗണിൻ്റെ സമയമൊക്കെ വന്നപ്പോൾ നമുക്കറിയാം എല്ലാവരും വീടുകളിൽ പൂട്ടപ്പെട്ട് ഒരു പക്ഷേ പലർക്കും ആ ഒരു ലോക്ക്ഡൗൺ വലിയൊരു സഹനത്തിൻ്റെയും വേദനയുടെയും കുറേ നഷ്ടപ്പെടലുകളുടെ ഒരു സമയമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൊറോണ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു വഴിത്തിരിവായിരുന്നു. അതെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു എക്സാമുകൾ എങ്ങനെ ഓവർകം ചെയ്യും, ഇനി എങ്ങനെ കരിയർ മുന്നോട്ട് പോകുമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇരിക്കുന്ന സമയത്ത് ആ ഒരു കൊറോണയുടെ സമയത്ത് ഞാൻ പഠിച്ചിരുന്നത് അണ്ണ യൂണിവേഴ്സിറ്റിയിലാണ്, കോയമ്പത്തൂർ. അപ്പോൾ അവരൊരു തീരുമാനമെടുക്കുകയാണ് ഈ ഒരു എക്സാമൊക്കെ ഓൺലൈനിൽ നടത്താം, എന്നാൽ കൂടുതൽ സെക്യൂരിറ്റിയും കോപ്പി അടിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം അവർ വീണ്ടും കണ്ടക്ട് ചെയ്യാനായിട്ട് പറയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ ഒരു സാലറിയിലത്തെ അവസാനത്തെ പയ്യാണ് എൻ്റെ കയ്യിലുള്ളത്. അതാണ് ഞാൻ എക്സാം ഫീസായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഒന്നും കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും അടുത്ത് ചോദിക്കാനോ ഒരു സാധ്യതയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എക്സാം വരുന്നു. ഞാൻ 13 അരിയർ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ അരിയർ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഈ വചനം എടുത്ത് വായിച്ചപ്പോൾ ഞാൻ ആ സമയങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് വചനപ്പെട്ടിയിലാണ്. അപ്പോൾ വചനപ്പെട്ടിയിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനമായിരുന്നു സങ്കീർത്തനം 46-ാം അധ്യായം 10-ാം വാക്യം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക, ജനതകളുടെ ഇടയിൽ ഞാൻ ഉന്നതനാകുന്നു, ഭൂമിയിലും ഞാൻ ഉന്നതനാകുന്നു. ഈ വചനം എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അത് ഒരു വട്ടമല്ല, ഞാൻ വീണ്ടും ഓരോ ദിവസവും 2-3 ദിവസങ്ങളിൽ ഈ വചനപ്പെട്ടിയിൽ നിന്ന് ഈ വചനം എടുത്തപ്പോൾ ഇതേ വചനം തന്നെയാണ് എനിക്ക് കർത്താവ് വീണ്ടും തന്നിരുന്നത്. അപ്പോൾ ഈ വചനം ഞാൻ ഓട്ടോമാറ്റിക്കലി പഠിച്ചു. പഠിച്ചപ്പോൾ ഞാൻ ആ ഒരു വചനത്തിൽ അങ്ങ് ആശ്രയിക്കാൻ തുടങ്ങി. ആശ്രയിക്കാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാന്ന് പറയുന്ന പോലെ വേറെ ഒന്നിലും ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ആ ഒരു വചനത്തിൽ ഡിപ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുന്നത്. ഏകദേശം ആദ്യത്തെ ഒരു റൗണ്ട് പരീക്ഷ വന്നപ്പോൾ ഈ പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്തു. എനിക്ക് ആകെ 3 എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടുണ്ട് ബാക്കി 10ഓളം പേപ്പറുകൾ. ഇനി ഒരു എക്സാം നടത്താനായിട്ട് വേറൊരു സാധ്യതയില്ല.
അപ്പോഴാണ് ആ ഒരു തമിഴ്നാട് ഗവൺമെൻറ് മാറുന്നതും പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. 2007 മുതൽ ഈ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എക്സാമുകൾ വീണ്ടും നടത്തണം. അത് ഓപ്പൺ ബുക്ക് ടെസ്റ്റായിട്ട് നടത്തണം. അവരുടെ ഇന്ന് ഒരു പൈസ പോലും എക്സാം ഫീ ആയിട്ട് കളക്ട് ചെയ്യരുതെന്നുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കർത്താവിന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തിയായിരുന്നു. കാരണം അണ്ണ യൂണിവേഴ്സിറ്റി പോലെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി അവർ തീരുമാനിക്കുകയാണ് ഓപ്പൺ ബുക്ക് ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. അതും 2007 മുതലുള്ള എല്ലാവരും. ഞാൻ നോക്കുമ്പോൾ ആ പരീക്ഷ കഴിയുമ്പോൾ എനിക്ക് ഏകദേശം ഞാൻ 4 കൊല്ലം എഴുതിയിട്ട് പാസ്സാവാത്ത ഒരു സബ്ജക്റ്റ് പോലും C ഗ്രേഡും B ഗ്രേഡൊക്കെ മേടിച്ച് പാസ്സാവുന്ന പല സാഹചര്യങ്ങളും ഞാൻ കണ്ട് എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കർത്താവ് കൊണ്ടുപോയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരുപാട് ചിന്തിക്കാതെ ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്യാതെ ഞാൻ ചെയ്ത ഒറ്റ കാര്യം എനിക്കിപ്പോൾ ഓർമ്മയുള്ളത്, ഞാൻ ആ വചനത്തിൽ ആഴമായിട്ട് വിശ്വസിക്കുകയും അതിൽ ശരണപ്പെട്ടു എന്നുള്ള കാര്യമാണ്. പിന്നീട് കൊറോണയിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ പപ്പയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു. പപ്പ ഹോസ്പിറ്റൽ അഡ്മിറ്റഡായി. അത് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിലേക്കൊക്കെ പോയപ്പോഴും ഇതേ വചനം തന്നെയാണ് ഞാൻ വീണ്ടും ഒരു ചെറിയ കുട്ടി എങ്ങനെയാണ് ഒരു ഇതിൽ ആശ്രയിക്കുന്നത്. നമുക്ക് ഒരിക്കൽ ഒരു സ്ഥലത്ത് നിന്ന് സഹായം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സഹായം തന്നെയായിരിക്കും വീണ്ടും തേടി പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ആ വചനത്തിലേക്ക് വീണ്ടും ആശ്രയിക്കുന്നു. ഏകദേശം 30ഓളം ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന എൻ്റെ പപ്പ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഞാൻ ഇതേ അനുഭവം തന്നെയാണ്, കർത്താവിൻ്റെ ആ ഒരു വചനത്തിൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ. പിന്നീട് എൻ്റെ വചനത്തോടുള്ള എൻ്റെ ഒരു സമീപനം മാറി. വചനം ഈശോ തന്നെയാണെന്ന് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് ഒരു ശക്തി കർത്താവ് തന്നു. എത്ര വലിയ പ്രതിസന്ധി വന്നാലും എല്ലാവരോടും, വീട്ടുകാരോടാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളോടാണെങ്കിലും വചനത്തിൽ ആശ്രയിക്കാനായിട്ട് വിശ്വാസത്തോടെ പറയാനുള്ള വലിയൊരു ഇൻസ്പിറേഷനും വലിയൊരു എനർജിയും കർത്താവ് തന്നു. അപ്പം എനിക്കും ഈ യുവജനങ്ങളോടും എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ വചനത്തെ സമീപിക്കേണ്ട സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ട് വേദന അനുഭവിച്ച് പോകേണ്ടവരല്ല. ഈശോയുടെ കൂടെ ഈശോയുടെ വചനം കേട്ടുകൊണ്ട് ഈശോയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് പോകേണ്ടവരാണ്. ഒരിക്കൽ കൂടി വചനത്തിൻ്റെ വലിയൊരു അഭിഷേകത്താൽ എല്ലാവരും നിറയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രൈസ്റ്റ് ഇൻ യു. പ്രിയ സഹോദരങ്ങളെ, വചനമാകുന്ന ദൈവം എങ്ങനെ തൻ്റെ ജീവിതത്തിന് ശക്തി പകർന്നുവെന്ന് ജോൺ ജോഷി നമുക്ക് പകർന്നു തന്നു. ഈ ജോൺ ജോഷിയെ പോലെ തന്നെ വചനമാകുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്കെല്ലാവർക്കും തീരുമാനമെടുക്കാം. ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വചനമാകുന്ന ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ അവർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ചുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ്, എല്ലാ യുവജനങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. ദൈവമേ ആരാധന. എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനമാകുന്ന ദൈവമേ, അങ്ങയെ തിരിച്ചറിയുവാൻ, വചനത്തിന്റെ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധന, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന, 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 ഹല്ലേലൂയ. ദൈവമേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ആരാധന.